ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര കിള്ളൂരിനും നെടുവത്തൂരിനും ഇടയിലുള്ള ഒരു ജ്യൂസ് ബാറിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം നല്ല ചൂടാണ്, വേനലൊക്കെ കടുത്ത് വരികയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ കടയിലേക്ക് ഞാൻ എത്തിയത്. ഭയങ്കര വെറൈറ്റി. നമുക്കറിയാം ഒരുപാട് യാത്രക്കാരൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. റോഡ് സൈഡിൽ ഇഷ്ടംപോലെ വെള്ളം, ഈ മോര് വെള്ളവും സർബത്തും ഒക്കെ ഉണ്ടെങ്കിലും ഞാനിവിടെ എത്താനുള്ള പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം പറയാം. കൂടെയുള്ളത് അനിൽ ചേട്ടനാണ്, ഈ കടയുടെ ഓണറാണ്. ചേട്ടാ, ശരിക്കും ചേട്ടൻ ഒരു അധ്യാപകനും കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു അധ്യാപനോടാണ്. കാരണം ഒരു 7, 8, 9, 10 ട്യൂട്ടോറിലോട്ട് ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. കൊട്ടാരക്കര ഞാൻ ഹിന്ദിയാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ പിന്നെ അവിചാരിതമായിട്ട് ഇവിടെ എത്താറുണ്ട്. ഇവിടെ പിന്നെ ഇത് സർബത്ത് കുടിക്കാനും മറ്റു കാര്യത്തിന് ഷാർജിക്ക് ഇതെല്ലാം കുടിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ കൊട്ടാരക്കരയിലെ ഓടനാവട്ടം, തൃക്കണ്ണമുതൽ, പുത്തൂർ, അങ്ങനെ പല മേഖലകളിലും ഒരു 10ഓളം ട്യൂട്ടോറിലൊക്കെ ഞാൻ ഇതിന് ക്ലാസ് എടുത്ത് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 9:30, 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് കട തുറക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ട്യൂഷനുണ്ട്. വൈകുന്നേരം അന്നേരം എൻ്റെ മോന് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ശനിയും ഞായറും ഫുള്ള് ഇവിടെ കാണത്തില്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സാണ് ശനിയും ഞായറും. അതുകൊണ്ട് ഇച്ചിരി നമുക്ക് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂട്ടോറിൽ നമുക്ക് എല്ലായിടത്തും പോയി പഠിപ്പിക്കുന്നുണ്ട് വരുന്ന വലിയ ഇതാണ്. അതുകൊണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ച ദിവസം എൻ്റെ മക്കളുമാരാണ് ഇവിടെ നിൽക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ മൊത്തം പിന്നെ പകൽ മൊത്തം രാവിലെ 9 മണി മുതൽ ഒരു 3 മണി വരെ ഇവിടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം നല്ല രീതിയിൽ തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഒരു സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ചെറിയ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുടിക്കുമ്പോൾ തന്നെ അവർക്ക് ദാഹം മാറത്തുമില്ല, മറ്റു കാര്യങ്ങൾ. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ നല്ല വൃത്തിയായ രീതിയിൽ ജ്യൂസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ തന്നെ 60 രൂപ 70 രൂപയാവും. പക്ഷെ ആ സ്ഥാനത്ത് ഒരു ജ്യൂസ് കുടിക്കാൻ അതേ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു പിന്നെ പ്രതികരണം നമുക്ക് തരുന്നത് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരുടെ സഹകരണങ്ങൾ വേണം. ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് അറിഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ എത്തുന്നത്. ശരിക്കും ഭയങ്കര 2 പ്രാവശ്യം പോയപ്പോഴും ഒത്തിരി സന്തോഷം. മനസ്സും നമുക്ക് അത്രയും ചൂട് സമയമല്ലേ ക്ലൈമറ്റ്. തീർച്ചയായിട്ടും അത് ആൾക്കാർ വരുമ്പോൾ തന്നെ അത് തൃപ്തിപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. അവർ മനസ്സിന് തൃപ്തിയായിട്ട് തന്നെ പോകുന്നത്. കാരണം വെള്ളം കുടിച്ചിട്ട് അതുപോലെ തന്നെ ജ്യൂസ് തന്നെ നമ്മൾ കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ ആയാലും തന്നെ അത് നമ്മൾ ചെറിയ എല്ലാ കളറിലും കൊടുക്കുന്ന ചെറിയ ഗ്ലാസ്സുണ്ട്. അത് തന്നെ 500 മില്ലിയുടെ ഗ്ലാസ്സിനകത്ത് നമ്മൾ ജ്യൂസ് ഇത് കൊടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ആയാലും പൈനാപ്പിൾ ആയാലും 500 മില്ലിയുടെ ഗ്ലാസ്സിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ സോഡ നാരങ്ങ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഗ്ലാസ്സാണ്. ഇതാണ് സർബത്തിൻ്റെ ഗ്ലാസ്. പിന്നെ അവൽ മിൽക്കുണ്ട്, പിന്നെ കുക്കുംബർ ജ്യൂസുണ്ട്. ആൾക്കാർ വരുന്ന ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓണർ അനിൽകുമാർ ചേട്ടനാണുള്ളത്. ഈ കടയിൽ ഞാൻ എത്താനുണ്ടായ സാഹചര്യം തന്നെ ഈ എന്താ പറയുക, ഇവിടുത്തെ സ്പെഷ്യൽ കുലുക്കി സർബത്ത് അല്ലേ? സോഡ സർബത്ത്. നമ്മൾ സോഡ സർബത്ത് മേടിക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രീതി നമുക്ക് കാണാം. ചേട്ടാ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പറഞ്ഞു. പിന്നെ ഇഞ്ചി, ഉപ്പ്, കസ്കസ്, പിന്നെ പുതിനില, നാരങ്ങ, അതുപോലെ ഫ്ലേവർ. പിന്നെ ഏതാ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, ഗുവയുണ്ട്, പൈനാപ്പിൾ, ഓറഞ്ച്. അങ്ങനെ നമ്മൾ പിന്നെ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ അവർ പറയുന്ന രീതിയിൽ നമ്മൾ ഫ്ലേവർ വെച്ച് നമ്മളിതെല്ലാം നമ്മൾ ഇത് കൊടുക്കുന്നത്. പച്ചമുളക് ഒരെണ്ണം ഫുള്ളല്ല, അതിൻ്റെ ഒരു കട്ട് ചെയ്തൊരു പകുതി എടുത്തുള്ളൂ. അന്നേരം അതിനകത്ത് ചിലവർക്ക് എരിവ് വേണമെന്ന് പറയും, ചിലർക്ക് എരിവ് കുറച്ച് മതിയെന്ന് പറയും. അനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. പുതിനയില. ഇത് കസ്കസ്, പാഷൻ ഫ്രൂട്ടാണ് എടുത്തത് അല്ലേ? ഏകദേശം എത്രത്തോളം ഉണ്ടാവും? ഇതൊരു 700 മില്ലി നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഐസും പിന്നെ സോഡയുടെ ചേർത്ത് മിക്സ് ചെയ്ത് താങ്ങുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി എടുത്ത് കണ്ടോ. ഇതിന് ആദ്യം കുടിക്കട്ടെ.
നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ. ഏകദേശം ഒരു 700 ഗ്രാം ഉണ്ടാവും അല്ലേ ചേട്ടാ? ഒരു 700 ഗ്രാമോളം ഉണ്ടാവും. നല്ല റേറ്റ് ഉണ്ട്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഈ ചൂട് സമയത്ത് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പും ദാഹവും എല്ലാം ഒരേപോലെ തന്നെ മാറും കേട്ടോ. ഇത്രയും കൂടെ എനിക്ക് കുടിച്ച് തീർക്കാൻ പറ്റുമെന്നറിയില്ല. എത്ര രൂപയാ? 35 രൂപയുള്ളൂ. 35 രൂപയുള്ളൂ. നമ്മളൊരു ജ്യൂസ് മേടിക്കണമെങ്കിൽ, ഒരു ഓറഞ്ചോ പൈനാപ്പിളോ അങ്ങനെ ഏതെങ്കിലും ഒരു ജ്യൂസ് മേടിക്കണമെങ്കിൽ ഇത്രയും വലിയ ഗ്ലാസ്സിൽ കിട്ടുമോ? അതേ തന്നെ 60 രൂപ 70 രൂപയൊക്കെ ആയിരിക്കും. പക്ഷേ ശരിക്കും 35 രൂപയ്ക്ക് വിശപ്പും ദാഹവും ഒക്കെ പോകുന്ന നല്ല ക്വാണ്ടിറ്റി. 2 കൈ കൊണ്ട് വേണം ഇങ്ങനെ പിടിക്കാൻ. കുടിക്കാൻ പറ്റും.